മൂന്നാർ ട്രിപ്പിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് സുസ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഉച്ചയൂണിനായി കയറിയതാണ്. പ്രണവ് തട്ടുകട എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. മോൻ കൈയ്യഴുകുന്ന സമയത്ത് നല്ല തണുപ്പെന്ന് പറഞ്ഞ് പറയായിരുന്നു. ഫ്രീസ് ചെയ്ത വെള്ളം എന്ന് പറയാം, അത്രയും തണുപ്പാണ്. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. പോണ വഴിക്കാണ് ഒരു സ്ട്രോബെറി ഫാം കണ്ടത്. മൂന്നാർ എത്തിയിട്ട് സ്ട്രോബെറി ഫാമിൽ പോകാതെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലേക്ക് വച്ചു പിടിച്ചു. പോകുമ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ ഫാം കാണാനുള്ള ജിജ്ഞാസയിൽ അങ്ങ് മുന്നോട്ട് പോയി. സ്ട്രോബെറി നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങാണല്ലോ, അത് നേരിട്ട് എങ്ങനെ വിളവെടുക്കുന്നൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഫാമിൻ്റെ ആംബിയൻസ് ഒട്ടും പറയാതെ വയ്യ. ഫാമിന് എതിരായിട്ടാണ് നമ്മളുടെ ആ മല നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് കോടൊക്കെ വരുന്ന സമയത്ത് നമുക്കത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വരുന്നതിനിടയിൽ ഒരു കമ്പിവേലി കണ്ടില്ലേ, അത് ആനയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ സാധാരണ ഇലക്ട്രിസിറ്റി കൊടുക്കാറുണ്ട്, അന്ന് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ സ്ട്രോബെറി ഫാമൊക്കെ നമ്മൾ താണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ പോവാണ്. അവിടെ നമ്മൾക്ക് ഫോട്ടോസ് എടുക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ട്. അതുകൂടാതെ ഈ സ്ട്രോബെറിൻ്റെ പല പല വെറൈറ്റി ഐറ്റംസ് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടും. ഈ സ്ട്രോബെറി ആ റോ ആയിട്ട് തന്നെ നമ്മൾക്ക് ഒരു പെട്ടിയിൽ അവരാക്കി തരും ഒന്ന്. അതുപോലെ സ്ട്രോബെറി ജ്യൂസ്, അങ്ങനെ സ്ട്രോബെറിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവർ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. ഐസ്ക്രീം ഉൾപ്പെടെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഒരു പെട്ടിമോൻ വാങ്ങിച്ചതാണ്. അവന് ഭയങ്കര ഇഷ്ടമായി. പൊതുവേ നമുക്ക് ഇവിടെ നാട്ടിലൊക്കെ കിട്ടുന്നതിൽ കുറച്ച് പുളിയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ചിലതൊന്നും ലുക്കില്ലെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റ്. നമുക്ക് ആ പുളി അങ്ങനെ അറിയണ്ടായിരുന്നില്ല, എന്നാൽ വലിയ മധുരമില്ല, പക്ഷെ മോശം പറയാനില്ല. ആ ഫ്രഷ് ആയിട്ടുള്ളതിൻ്റെ ഗുണമാണേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതും നല്ലൊരു മഴ പെയ്തു. ഞങ്ങൾ വേഗം ഓടി കാറിലേക്ക് കയറി അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിലൂടെ പോയപ്പോൾ അതിൻ്റെ ഒരു മണം, അതൊരു സ്പെഷ്യൽ മണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഗ്ലാസ്സൊക്കെ തുറന്നായി യാത്ര. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നിടത്തേക്കാണ് കേട്ടോ. ഹരിതകർമ്മസേന നമ്മൾക്ക് ചെക്ക് പോസ്റ്റ് നിന്ന് ഒരു 50 രൂപ ടോക്കൺ എടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നതാണ് ആ ഒരു ബാഗ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നതൊക്കെ കാണാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ അവിടെ നിൽക്കുകയാണ്. പരമ്പരാഗത രീതിയിലുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളതും കണ്ടു നമ്മൾ. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ആദ്യം ശർക്കര ഉണ്ടാക്കുന്നതിനായിട്ട് കരിമ്പിൻ്റെ ജ്യൂസ് ആദ്യം എടുക്കുകയാണ്. ഇവർ ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇടയിൽ കൂടെ കരിമ്പ് ജ്യൂസും അതിനിടയിൽ കൂടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ശർക്കരയുടെ ആ വേസ്റ്റാണ് അവിടെ ഫുള്ള് കാണുന്നത്, കരിമ്പിൻ്റെ ആ പിഴിഞ്ഞ പിണ്ടി. അപ്പോൾ നമ്മൾ മറയൂർ ശർക്കര ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രോസസ്സൊക്കെ അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ശർക്കരയും കുറച്ച് വാങ്ങിച്ചു കേട്ടോ. പലതരത്തിലുള്ള ശർക്കര ഉണ്ടായിരുന്നു, അതായത് പൊടി ശർക്കര, അതേപോലെ തന്നെ നമുക്ക് കട്ടിയായിട്ടാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെയുള്ള ശർക്കര, അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ശർക്കരയൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് യാത്ര തുടരുന്നത്. ഈ ശർക്കരയിൽ തന്നെ ചുക്കുള്ളതും ചുക്കില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ആനക്കോട്ടപ്പാറയ്ക്കാണ്. അവിടെയാണ് നമ്മൾ മുമ്പ് സോഷ്യലൊക്കെ പഠിച്ചിട്ടുള്ള കൊടക്കല്ലൊക്കെ കാണുന്നത്. അതൊക്കെ കാണാനൊരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതെല്ലാം നമ്മൾ ബുക്കുകളിൽ നിന്ന് മാത്രം പഠിച്ചത്, നേരിട്ട് കാണാനുള്ളൊരു ആകാംക്ഷ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദനമരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടക്കല്ല് കാണാനായിട്ട് പോവാണ്. കുടക്കല്ല് നന്നങ്ങാടികൾ എന്നൊക്കെ പറഞ്ഞ് ആ പഠിച്ചിട്ടുള്ള ആ സോഷ്യൽ ബുക്കിൻ്റെ പേജ് അടക്കം അതിൻ്റെ ചിത്രം അടക്കം എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നു കേട്ടോ. അപ്പം അതൊക്കെ എങ്ങനെയാണ് നേരിട്ട് കാണാനൊക്കെ ഞാനിങ്ങനെ മനസ്സിലാദ്യം ഒന്ന് കണ്ടു നോക്കി. അതിന് ശേഷമാണ് നമ്മളത് നേരിട്ട് കാണുന്നത്. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ കേടുവന്നതുണ്ട്, കുറച്ചെണ്ണമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് കുടക്കല്ലാണ് കേട്ടോ. നന്നങ്ങാടികൾ എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് ഡെഡ് ബോഡീസൊക്കെ കുഴിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ. പ്രധാനമായിട്ടും വയനാട്, ഇടുക്കി ജില്ലകളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു മുനിയറ എന്ന് പറഞ്ഞൊന്നുണ്ട്. ഈ മുനിയറയാണ് ഈ കാണുന്നത്. ഈ മുനിയറയുള്ള മുമ്പ് മുനിമാർ താമസിച്ചിരുന്നെന്നോ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന മുനിയറ ഉണ്ടാക്കുന്നത് പരന്ന പാറക്കല്ലുകൊണ്ടാണ്. ഈ പാറക്കല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സസ്യങ്ങളുണ്ട്. അതിൻ്റെ ചാറ് പിഴിഞ്ഞ് കത്തിക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മളവിടെ പാറകൾ കണ്ടില്ലേ, ആ പാറകളിൽ നിന്ന് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പരന്ന പാറ പൊട്ടിത്തെറിച്ച് വരും. അങ്ങനെ ഒരു 3 പാറ വെക്കും, 2 ചുമരും പിന്നെ ഒരു ബാക്കിലായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലൊരു പരന്ന പാറക്കല്ല് വെക്കും. അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന പാറക്കല്ല് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഓട്ട അവർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മുനിയറകളൊക്കെ ഉണ്ടാക്കുന്നത്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ചിലർ. അത് മുനികൾ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ ചന്ദനത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ പറയാൻ ആളുണ്ടായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു.
അപ്പോൾ തന്നെ അത്യാവശ്യം സമയമായി. ഞങ്ങൾ പോകുന്ന സമയത്ത് കോടയൊക്കെ ഇറങ്ങി. അയ്യോ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, കോട ഫ്രണ്ടിൽ ഇറങ്ങി, മുന്നും പിന്നും ഒന്നും കാണുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പതുക്കെ മല ഇറങ്ങി. ഇനി നേരെ റൂമിലേക്കാണ്. റൂമിലേക്ക് എത്തുന്നത് അതിനേക്കാളും വലിയ കോമഡി ആയിരുന്നു. ഫുൾ തിരക്ക്, ബ്ലോക്കോട് ബ്ലോക്ക്. എന്നിട്ട് പോലീസ് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേറെ എവിടെയും റൂം എടുക്കാൻ കിട്ടിയില്ലേന്ന് വരെ ചോദിച്ചു. കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ടൗണിലാണ് നമ്മൾ എടുത്തത്. പൊതുവെ പുറത്തായിരുന്നു എടുക്കാറുണ്ടായിരുന്നത്. ഒരു വെറൈറ്റി പിടിച്ച് ടൗണിൽ എടുത്തതാണ്. അത് വലിയ പാരയായി. എന്നിരുന്നാലും ഞങ്ങൾ അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റൂം എത്തുമ്പോഴത്തേക്കും ഒരുപാട് ടയേർഡായി. പിന്നെ നേരെ ഉറങ്ങി. കാരണം എപ്പോൾ ഉറങ്ങിയെന്നൊന്നും ഓർമ്മയില്ല, അത്രയും ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നനെ തീരുമാനിച്ചു നാളെ നേരത്തെ കാലത്ത് അവിടെ നിന്ന് ഇറങ്ങണം, ഇല്ലാന്നുണ്ടെങ്കിൽ ടൗൺ വിടാൻ പറ്റില്ല. കാരണം പിറ്റേ ദിവസം KSRTCയിൽ കയറാന്നുള്ള ഡബിൾ ഡെക്കർ KSRTC ആണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. മറ്റു വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം.